ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത്രയും ചിക്കൻ നല്ലപോലെ കഴുകിയെടുക്കാം. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1.5 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 2 മണിക്കൂർ നേരം വരെ നമുക്ക് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി കുക്ക് ചെയ്യാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 2 ടൈമായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ പീസസും ഒരേ സമയം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി സെയിം പാനിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സൈസ് സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 20 കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുത്താൽ മതി. നല്ലപോലെ വഴന്ന് വരണമെന്നില്ല. ഇതിപ്പോൾ ഒന്ന് ചെറുതായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയം സൈസിന് 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഗരം മസാല എൻ്റെ അടുത്ത് സ്റ്റോക്കില്ലാത്ത കാരണം ഞാൻ ഇതിലേക്ക് പട്ട, ഏലക്കായ, ഗ്രാമ്പു ഇങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആവശ്യത്തിന് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കാം. സെയിം പാനിൽ തന്നെ ഈ പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഫ്രഷ് ക്രീം. യഥാർത്ഥ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായി. തക്കാളിയും കാശ്മീരി മുളകും പൊടിയാണ് ബട്ടർ ചിക്കൻ ഒരു ഓറഞ്ച് കളർ നൽകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.